ഹായ് ഫ്രണ്ട്സ്, ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റം ആണ് പഠിച്ചത്. അതില് എണ്ണൽ സംഖ്യകൾ കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം, ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ ചോദ്യം, 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 10. നമ്മൾ തുക കാണുകയാണ്. നമുക്കറിയാം 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 അല്ലേ, അടുത്ത ഒറ്റ സംഖ്യ 3, അടുത്തത് 5, അടുത്തത് 7, അടുത്തത് 9. അങ്ങനെ 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9. അപ്പൊ 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം 5 ആണ്. അല്ലാതെ 10 അല്ല. ശരിയല്ലേ? എണ്ണം എത്രയാണ്? 5 ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ നോക്കാം. എങ്ങനെയാണ് 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത്? അവസാന ഒറ്റ സംഖ്യ 9 ആണ്. 9ന്റെ കൂടെ 1 കൂട്ടി 10 എഴുതി 10/2 എത്രയാണോ? 5. അങ്ങനെയാണ് നമുക്ക് 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം 5 ആണെന്ന് മനസ്സിലായത്. അതായത് 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളാണ്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ. ഇനി 1 മുതൽ 15 വരെ എന്ന് പറഞ്ഞാലോ? അവസാന ഒറ്റ സംഖ്യ 15 ആണ്. 15 + 1 16, 16/2 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 8 ഒറ്റ സംഖ്യകളാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളാണ്. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1 കൂട്ടണം 3, 4, 4ഉം 5ഉം 9, 9ഉം 7ഉം 16ഉം 9ഉം 25. അതായത് ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നമുക്ക് 25 കിട്ടി. അതായത് 5ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1 മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണണം. അതായത് ആദ്യത്തെ എത്രയാണെന്ന് കാണണം. അല്ലാതെ ഡയറക്റ്റ് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് n സ്ക്വയർ വെച്ച് ചെയ്താൽ മതി. അടുത്ത ചോദ്യം നോക്കാം. 1 മുതൽ 50 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 50. അപ്പോ നമുക്കറിയാം 1 മുതൽ 50 വരെ എന്ന് പറയുമ്പോൾ 50 ഒറ്റ സംഖ്യകൾ ഉണ്ടാവില്ല. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളാണ് എന്ന് കണ്ടുപിടിക്കണം, അല്ലെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവസാന ഒറ്റ സംഖ്യ 49 ആണ്. +1/2. 49 + 1 50, 50/2 25 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണേണ്ടത് ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. അപ്പോ ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക 25ന്റെ സ്ക്വയർ ആണ്. അതായത് 625 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക. ഇവിടെ ഡയറക്റ്റ് n തന്നിട്ടുണ്ട്. നമുക്കറിയാം ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക 50ന്റെ സ്ക്വയർ എത്രയാണോ? 2500. അടുത്ത ചോദ്യം നോക്കാം. 1 മുതൽ 125 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ നമ്മൾ n കാണണം. കാരണം ഇവിടെ 1 മുതൽ 125 വരെ 125 ഒറ്റ സംഖ്യകൾ ഉണ്ടാവില്ല. ആദ്യത്തെ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അവസാന ഒറ്റ സംഖ്യ +1/2. അതാണ് എന്ത്? n. അപ്പൊ 126/2 63 ആണ്. നമുക്ക് കാണേണ്ടത് ആദ്യത്തെ 63 ഒറ്റ സംഖ്യകളുടെ തുകയാണ്. എന്താണത്? 63ന്റെ സ്ക്വയർ ആണ്. 63ന്റെ സ്ക്വയർ എത്രയാ? 3969 അല്ലെ? 3969 3969. അടുത്ത ചോദ്യം നോക്കാം. 1 + 3 + 5 + 7 + etc. + 25. ഈ ചോദ്യം എന്താണ്? 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ഇത് നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്.
എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒറ്റ സംഖ്യകളുടെ തുക ആയതുകൊണ്ട് അവസാനം 25 കണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 25ന്റെ സ്ക്വയർ എഴുതി വെക്കും. അത് തെറ്റാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടേ? 1 മുതൽ 25 വരെ എന്ന് പറഞ്ഞാൽ 25 ഒറ്റ സംഖ്യകൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ? അപ്പോ 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണണം. ആദ്യം എങ്ങനെയാ കാണുക? n is equal to അവസാന ഒറ്റ സംഖ്യ പ്ലസ് 1/2. 26/2 13 ആണ്. നമുക്ക് കാണേണ്ടത് ഇവിടെ n സ്ക്വയർ ആണ്. n സ്ക്വയർ എത്രയാ? 13ന്റെ സ്ക്വയർ 169 ആണ്. ഇനി നമുക്ക് ഇരട്ട സംഖ്യകളെ കുറിച്ച് പഠിക്കാം. ഇരട്ട സംഖ്യകൾ അഥവാ ഈവൺ നമ്പേഴ്സ്. ആദ്യത്തെ ചോദ്യം, 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഫൈൻഡ് ദ സം ഓഫ് ഈവൺ നമ്പേഴ്സ് ഫ്രം 1 to 10. നമ്മൾ തുക കാണുകയാണ്. തുക സമം 2 പ്ലസ് ആദ്യത്തെ ഇരട്ട സംഖ്യ 2, 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10. അപ്പോ 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ? 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം അല്ലെ? 1 മുതൽ 10 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം 5 ആണ്. അതുകൊണ്ട് നമുക്കിതിനെ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കാം. ഇനി 1 മുതൽ 15 വരെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ എത്രയാണ് എന്ന് കാണണം. ഒറ്റ സംഖ്യകളെ പറഞ്ഞതുപോലെ. അപ്പോ എങ്ങനെയാണ് ഇരട്ട സംഖ്യകളുടെ എണ്ണം കാണുക എന്ന് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ അതിൽ അവസാന ഇരട്ട സംഖ്യയായ 10നെ അവസാന ഇരട്ട സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും. ആദ്യത്തെ എത്രയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോ 1 മുതൽ 15 വരെ എന്ന് പറയുമ്പോൾ അവസാന ഇരട്ട സംഖ്യ 14 ആണ്. അപ്പൊ 14/2 7 ആണ് അല്ലെ? അപ്പോ 1 മുതൽ 15 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7 ഇരട്ട സംഖ്യകളുടെ തുകയാണ്. നമുക്കിവിടെ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 2 + 4 6, 6ഉം 6ഉം 12, 12 + 8 20, 20 + 10 30 ആണ്. അതായത് ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 5നെ 6 കൊണ്ട് ഗുണിച്ചതാണ് അല്ലെ? 5 × 6 അഥവാ 5 × 5 + 1 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാം. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്തായിരിക്കും? ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുക 5 × 5 + 1 ആണെങ്കിൽ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n + 1 ആയിരിക്കും. ചോദ്യം നോക്കാം. 1 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 50. അപ്പൊ 1 മുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കുക? അവസാന ഇരട്ട സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നു. അവസാന ഇരട്ട സംഖ്യ / 2. 50/2 25 ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുകയാണ്. സം ഓഫ് ഫസ്റ്റ് 25 ഈവൻ നമ്പേഴ്സ് ആണ്. എങ്ങനെ കാണാം? നമുക്കറിയാം ഇക്വേഷൻ n × n + 1 ആണ്. അപ്പോ 25 ഗുണിക്കണം 26. 25 ഗുണിക്കണം 26 എത്രയാണ് കിട്ടുക? 650. അടുത്ത ചോദ്യം നോക്കാം. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ 50. അപ്പൊ നമുക്കിവിടെ ഡയറക്റ്റ് n തന്നിട്ടുണ്ട്. n എത്രയാണ്? 50 ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് എന്താണ്? ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുകയാണ്. നമ്മുടെ ഇക്വേഷൻ n × n + 1 ആണ്. അപ്പോ 50 × 51 എന്ത് കിട്ടും? 2550. അടുത്ത ചോദ്യം, 1 മുതൽ 175 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ഫൈൻഡ് ദ സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 175. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 175 വരെ എന്നാണ്. അപ്പൊ നമുക്കറിയാം 175 ഇരട്ട സംഖ്യകൾ ഉണ്ടാവില്ല. നമ്മൾ കാണേണ്ടത് ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ്. എങ്ങനെ കാണാം? അവസാന ഇരട്ട സംഖ്യ ഏതാണ്? അവസാന ഇരട്ട സംഖ്യ 174 / 2 എന്ത് കിട്ടി? 87 കിട്ടി. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ 87 ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോഴേ 87 ×
88. ഗുണിച്ചാൽ എന്ത് കിട്ടും? 7656. അടുത്ത ചോദ്യം 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 പ്ലസ് എക്സെട്ര പ്ലസ് 98. അപ്പൊ ഇത് ഇരട്ട സംഖ്യകളുടെ തുകയാണ്. ഇത് നമുക്ക് നോക്കണം. 1 മുതൽ 98 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് എന്ന് നോക്കണം അല്ലേ? എന്താ ചെയ്യാ? അവസാന ഇരട്ട സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചു. അവസാന ഇരട്ട സംഖ്യയായ 98/2 എത്രയാണ്? 49. അപ്പോ കാണേണ്ടത് ആദ്യത്തെ 49 ഇരട്ട സംഖ്യകളുടെ തുകയാണ് എന്ന് വ്യക്തമായി. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക സമം n × n + 1 ആണ്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്യാ? 49 × 50. അപ്പൊ നമ്മൾ നോക്കുക, 50 × 50 2500 അല്ലേ? അതിൽ നിന്നും ഒരു 50 കുറച്ചാൽ മതി. അപ്പൊ എന്താ കിട്ടുക? 2450. എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.